أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله أإله مع الله بل أكثرهم لا يعلمون أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. صدق الله العلي العظيم. സ്വാഗതം ആശംസിക്കുന്നത് SIO സംസ്ഥാന സെക്രട്ടറി സഹൽ ബാസ് സാഹിബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ വേദിയിൽ സന്നിഹിതരായ അതിഥികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് തുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് SIO കേരള ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്, മുസ്ലിം പ്രീണനം എന്നുള്ളത് കാലങ്ങളായി സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെരും നുണയാണ്. ദേശീയ തലത്തിലും കേരളത്തിലും സംഘപരിവാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരുടെ ആശയത്തെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരും നുണയാണ് മുസ്ലിം പ്രീണനം എന്നുള്ളത്. കേരളത്തിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ നിരന്തരം മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ് നിരന്തരം സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരും നുണ എന്നുള്ളത്. അതവർ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒന്ന്. ഈ ഒരു സന്ദർഭത്തിൽ ഇലക്ഷന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. CPM-ന് ഇത്ര വലിയൊരു പരാജയം ഉണ്ടാവാനുണ്ടായ കാരണം എന്നത് ഇടത് സർക്കാർ മുസ്ലിം പ്രീണനം നടത്തിയത് കൊണ്ടാണ് എന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, രാജ്യസഭാംഗങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ അതും കേരളത്തിലെ മുന്നണികൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രത്യേകമായി പരിഗണിക്കുന്നു, മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത് നമ്മൾ കേട്ടത്. ഇതൊരിക്കലും SIO-വിന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരിക്കലും പിന്നാക്ക സമുദായത്തിന്റെ ഒരു വർത്തമാനമല്ല, പിന്നാക്ക സമുദായത്തിന്റെ ആശയമോ വർത്തമാനമോ അല്ല. ഇത് കാലങ്ങളായി സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെരും നുണയാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള SNDP എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ ചരിത്രമുള്ള ഒരു സംഘടനയാണ്. അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു വ്യക്തി ഇത്ര ഭീകരമായ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള നുണകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് SIO ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമവുമായി വന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ സമുദായങ്ങളുടെ, പ്രത്യേകിച്ചും പിന്നാക്ക സമുദായങ്ങളുടെ ഐക്യത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതും കൊണ്ടും കൂടിയാണ് ഈ ഒരു സദസ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വ്യത്യസ്ത സമുദായ പ്രതിനിധികളെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അതിഥികളായി നമ്മളോടൊപ്പമുണ്ട്. ആ അർത്ഥത്തിൽ പിന്നാക്ക സമുദായങ്ങളുടെ ഐക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഹിന്ദുത്വയുടെ അജണ്ടയെ തുറന്നെതിർക്കണം എന്നുകൂടിയാണ് ഈ പ്രതിഷേധം കൊണ്ട് SIO പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രതിഷേധ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് SIO കേരളയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഹോദരൻ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ സാഹിബാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA കൂടിയായിട്ടുള്ള നജീബ് കാന്തപുരം സാഹിബാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നത് സാമൂഹ്യ ചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള KK ബാബുരാജ്, സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള മാഗ്ലിൻ ഫിലോമിന, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KA ഷഫീഖ് സാഹിബ്, അതുപോലെ തന്നെ സിനിമാ സംവിധായകനും അതുപോലെ തന്നെ ഈ കീഴാള വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് ഈഴവൻ, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം SIO തിരുവനന്തപുരം ജില്ലാ സമിതി അംഗമായിട്ടുള്ള റഹീസ്, അതുപോലെ തന്നെ ഇതിൽ തുടർന്ന് നമ്മളോട് സംസാരിക്കുന്നത് സഫീർ ഖാൻ മന്നാനി, ബിജു ഗോവിന്ദ്. ഈ ഒരു പ്രതിഷേധ സംഗമം സമാപിപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ നേമം തുടങ്ങിയവരാണ്. ഇവരെല്ലാവരെയും ഒറ്റ വാക്കിൽ വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രതിഷേധ സംഗമത്തിന് സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച സഹൽ ബാസിന് നന്ദി. അടുത്തതായും പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി SIO ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ അതിഥികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം പ്രീണനമെന്ന ഇസ്ലാമോഫോബിക് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SIO കേരള മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പിന്നാക്ക സമുദായമാണ് മുസ്ലിങ്ങളും ഈഴവരും എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും, ജനസംഖ്യ ആനുപാതികമായ ഒരു പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഇത്തരം സമുദായങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങൾ അനർഹമായത് കൊണ്ടുപോകുന്നു,
സർക്കാരിന്റെ ലോകസഭ ഇലക്ഷനിന്റെ തോൽവിക്ക് കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതാണ് എന്ന സംഘപരിവാർ വളർത്തിയെടുത്ത ഇസ്ലാമോഫോബിക് നുണ പ്രചരിപ്പിക്കാൻ കേരളത്തിലെ പിന്നാക്ക സമുദായത്തിന്റെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി മുതിരുന്നത് എന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലും, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലും, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രാതിനിധ്യം എടുത്ത് നോക്കിയാലൊക്കെ വളരെ പിന്നിലാണ്. കേരളത്തിലെ മന്ത്രിസഭ മാത്രം എടുത്തു നോക്കിയാൽ മതി. 9 മന്ത്രിമാർ മുന്നാക്ക ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കേവലമായ 4 ആളുകൾ മാത്രമാണ്, 5 ആളുകൾ മാത്രമാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെറും 2 പേര് മാത്രമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം എടുത്തു നോക്കുമ്പോ സവർണർ 7 ആളുകൾ ഉണ്ടാകുമ്പോ, മുന്നോക്ക ക്രൈസ്തവർ 4 ആളുകൾ ഉണ്ടാകുമ്പോ കേവലം 2 മുസ്ലിങ്ങളും 3 ഈഴവരും മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഭരണതലത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലങ്ങൾ എടുത്തു നോക്കുമ്പോ എല്ലാ ക്ലാസുകളിലും കൂടി 12% മാത്രമാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. അത് തന്നെ മുകളിലോട്ടുള്ള ക്ലാസുകളിലേക്ക് പോകുമ്പോ ആ അനുപാതം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗ തലം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണല്ലോ. കേരളത്തിൽ ഒരൊറ്റ ചീഫ് സെക്രട്ടറി മാത്രമാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയും മലയാളിയല്ലാത്ത ഒരു മുസ്ലിമാണ്. അദ്ദേഹം തന്നെയും വളരെ കുറഞ്ഞ കാലം കൊണ്ട് പിരിച്ചുവിടപ്പെടുന്നു. അതേ സന്ദർഭത്തില് ഇവിടെ ഈയവരിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അഥവാ ഭരണതലം എടുത്താലും ഉദ്യോഗസ്ഥ സ്ഥലം എടുത്താലും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രാതിനിധ്യം എടുത്തു നോക്കിയാലും വളരെ പിന്നിലാണ് ഈ 2 സമുദായങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്നത് അത് ആ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിലോ, അദ്ദേഹം സംസാരിക്കുന്നത് ഈഴവ സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിലോ, അദ്ദേഹത്തോടൊപ്പം ജനാധിപത്യമായ ആ പ്രാതിനിധ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ SIO കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതല്ലാതെ സംഘപരിവാർ വളർത്തിയെടുക്കുന്ന ഇസ്ലാമോഫോബിക് നുണകൾക്ക് വേണ്ടി അതിന്റെ പ്രചാരകനായിട്ട് മാറാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എങ്കിലോ അത് ആ സമുദായത്തിനോട് തന്നെയുള്ള വെല്ലുവിളിയും ഗുരുവിനോടുള്ള അദ്ദേഹത്തിന്റെ ആശയത്തോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കേണ്ടത് ഇവിടത്തെ മുന്നാക്ക ഹിന്ദുവും മുന്നാക്ക ക്രിസ്ത്യാനികളുമാണ് ഇവിടത്തെ പ്രാതിനിധ്യത്തിന്റെ വലിയൊരളവ് കൈയടക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഭവിക്കേണ്ടത് ഇവിടത്തെ മറ്റ് സമുദായങ്ങൾ, പിന്നാക്ക സമുദായങ്ങൾ അഥവാ ഇവിടത്തെ ഈഴവരും മുസ്ലിങ്ങളും പട്ടികജാതിയും പട്ടികവർഗവും ദളിതടക്കമുള്ള ജനവിഭാഗങ്ങൾ ഈ സമരത്തില് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് മുസ്ലിമിനെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മുസ്ലിമാണെന്ന് വരുത്തി നിർത്തിക്കൊണ്ട് മുസ്ലിമിനെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു വിദ്വേഷകരമായ ഒരു രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിലൊക്കെ എങ്ങനെയാണോ ഈ രാഷ്ട്രീയം സംഘപരിവാർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം എങ്ങനെയാണോ എമർജ് ചെയ്തത്, അതേ പാതയിൽ കേരളത്തിലും അവരുടെ രാഷ്ട്രീയത്തെ
നട്ടു നടക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഈ സംഘങ്ങൾ മുഴുവനും പിന്നാക്ക സമുദായങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, അരികിലാക്കപ്പെട്ട സമുദായങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ സാമൂഹിക നീതിക്ക് വേണ്ടി, അതേപോലെ തന്നെ അവരുടെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന, ഒരുമിച്ചിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ സമുദായങ്ങൾക്കുള്ളത്. അത് നിർവഹിക്കാതെ സംഘപരിവാറിന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകൾക്ക് കുയലൂത്ത് പാടാൻ വെള്ളാപ്പള്ളി നിൽക്കരുത് എന്നാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിനോട് നമ്മൾ പറയുന്നു, ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാത്ത പ്രശ്നമല്ല. ഇവിടെ സംഘപരിവാർ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നുണകൾക്കെതിരെ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിന് വിടുപണി ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ സമ്മേളനം ഉപയോഗപ്പെടുത്തുകയാണ്. വിവിധ സന്ദർഭങ്ങളിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ് എന്നാണ് ഇവിടുത്തെ സംഘപരിവാർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്, അത് തന്നെ മാസത്തിൽ 25,000 രൂപ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്ന് പച്ച നുണ പറയുമ്പോൾ സർക്കാർ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ നാവ് പൊക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം സ്കോളർഷിപ്പ്, മൈനോറിറ്റി സ്കോളർഷിപ്പ് 80-20 പിന്നെ പ്രാതിനിധ്യം വരുന്നത്, അതിന്റെ കണക്കുകളിലേക്ക്, അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ 80-20 പിന്നീട് മുന്നാക്ക ക്രിസ്ത്യാനികൾ കേസ് നടത്തുമ്പോൾ ആ കേസിനെതിരായി എന്താണ് ഈ 80-20യിലേക്ക് വരുന്നതിന് കാരണം, എന്താണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, എന്താണ് മൈനോറിറ്റി സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് 80-20 ആയത് തുടങ്ങിയിട്ടുള്ള ഒരു വിശദാംശങ്ങളും കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാകാതെ ആ നുണകൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ നുണക്കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വഖഫ് അതിന്റെ ഉദ്യോഗാർത്ഥികൾക്ക്, അതിന്റെ ആളുകൾക്ക്, അതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ കൊടുക്കുമ്പോ, സർക്കാർ ഖജനാവിൽ നിന്ന് അതിന്റെ സംവിധാനങ്ങൾക്ക് പൈസ കൊടുക്കുമ്പോ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക് വാങ്ങുകയാണ് എന്ന പച്ച നുണ പറയുമ്പോഴും സർക്കാർ മൗനത്തിലാണ്. അത് തന്നെയാണ് ഇപ്പോൾ അവസാനമായി മുസ്ലിം പ്രീണനം എന്ന ഇത് പറയുമ്പോ ഇവിടത്തെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ സംഘപരിവാറിന് കുയിലൂത്ത് നടത്തുന്ന വെള്ളാപ്പള്ളിക്ക് അത്തരം ആരോപണങ്ങൾക്ക് ഒരു ധവളപത്രം ഇറക്കുക എന്ന ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ പരിഗണിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് സംഘപരിവാർ അവരുടെ രാഷ്ട്രീയത്തെ ഇവിടെ നട്ടുവളർത്തുന്നതിന്, വേരാഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നും അതിന് ഇവിടത്തെ ഭരണകൂടം അതിന്റെ യാഥാർത്ഥ്യങ്ങള് വെളിച്ചത്ത് കൊണ്ടുവരാൻ ധവളപത്രം ഇറക്കണമെന്നുമാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം ആ അർത്ഥത്തില് ഈ പിന്നാക്ക സമുദായങ്ങള് ഒരുമിച്ചിട്ടുള്ള പോരാട്ടങ്ങളുടെ തുടർച്ചയിൽ സംഭവിക്കുന്ന, അതിന് കൂടുതൽ ശക്തി പകരുന്ന സമരങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇരുത്തങ്ങൾ നമുക്കത്തരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ MLA നജീബ് കാന്തപുരമാണ്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വളരെ ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ. ബഹുമാന്യനായ ചടങ്ങിലെ അധ്യക്ഷൻ SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, വേദിയിലുള്ള സമാദരണീയരായ അതിഥികൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ,
വളരെ പ്രത്യാശാനിർഭരമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് SIO സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഈ രാജ്യത്ത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യസ്നേഹികളായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രതീക്ഷ ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപരവൽക്കരണം കൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ പരിശ്രമിച്ച BJPയുടെ തലസ്ഥാന നഗരിയിൽ, ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ പോലുമുണ്ടായ കടുത്ത ആക്രമണം, ജനാധിപത്യത്തിന്റെ ആക്രമണത്തിൽ ആയുധം നഷ്ടപ്പെട്ടു പോയ BJPക്കും വർഗീയതയ്ക്കും വളരെ നിരാശ സമ്മാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ജനസമൂഹങ്ങൾക്കിടയിൽ വർഗീയതയല്ല വിശപ്പാണ് പ്രധാനം എന്ന തരത്തിലേക്കുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിന്ത രൂപപ്പെട്ടു വന്നപ്പോൾ അതിന് വളരെ ശക്തമായിട്ടുള്ള പിൻബലം ഈ രാജ്യത്ത് മുഴുവനും ലഭിക്കുന്നു എന്ന പ്രതീക്ഷ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു പ്രസ്താവനയുമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയുണ്ടായി. ആ പ്രസ്താവന കേരളം ആദ്യമായി കേൾക്കുന്നതല്ല. വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സമർത്ഥമായ ഒരു നുണയാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത്. ഒന്നാമതായി, മുസ്ലിം സമുദായം മറ്റേത് കമ്മ്യൂണിറ്റിയെയും പോലെ ഈ സോഷ്യൽ ഫാബ്രിക്കിന്റെ ഭാഗമാണ്. മുസ്ലിം സമുദായത്തിന് വിശേഷപ്പെട്ട ഒരു പ്രീണനമോ സഹതാപമോ പരിരക്ഷയോ ആവശ്യമില്ല. പകരം അർഹമായത് എല്ലാ സമുദായങ്ങൾക്കും എന്ന പോലെ ഒരു സാമൂഹ്യ ഘടനയുടെ ഭാഗമായി വന്നുചേരേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അത് ചോദിച്ചു വാങ്ങുക എന്നത് മാത്രമാണ് ഇവിടെ നടക്കേണ്ട കാര്യം. ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ചിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്ത് സാമുദായികമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സ്വന്തം രാജ്യത്ത് നിലയുറപ്പിക്കുന്നതിന് വളരെ പ്രധാനമായ ഒരു ഘടകം കൂടി അധികമുണ്ട്. ഒരുപക്ഷെ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്നതിലപ്പുറത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രാജ്യമായി പിറന്നു വീണ ഒരു പൊതുരാഷ്ട്രം പാകിസ്ഥാൻ, ആ രാജ്യത്തേക്ക് പോകാം. ഇന്ത്യയിലെ മറ്റേത് കമ്മ്യൂണിറ്റികളെക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഒരു മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോവുകയല്ലെന്നും, ഞങ്ങളുടെ ആഗ്രഹം എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് സോദരത്തേന വാഴുന്ന ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുകയാണെന്നും ഓപ്റ്റ് ചെയ്ത സമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് വേറൊരു രാഷ്ട്രത്തിലേക്ക് പോകാമായിരുന്നിട്ടും ഈ രാജ്യമാണ്, ഇതാണ് ഞങ്ങളുടെ മണ്ണെന്നും ഇതാണ് ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെന്നും ഇവിടെയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കൊതിയെന്നും പറഞ്ഞുകൊണ്ട് നിലകൊണ്ടൊരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് നടന്നതേയില്ല. 2004 അധികാരത്തിൽ വന്ന UPA സർക്കാരാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ കണക്കെടുപ്പ് നടത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം, രജീന്ദർ സച്ചാറിന്റെ റിപ്പോർട്ട്
അതുണ്ടാക്കിയ പഠനത്തിൻ്റെ വളരെ വൈപുല്യമാർന്ന തലങ്ങൾ, അത് വെളിപ്പെടുത്തിയ കണക്കുകളുടെ ഭീകരമായ സാഹചര്യം, അത് കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും എവിടെ നിൽക്കുന്നു എന്ന ഒരു സാമാന്യ ബോധത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ, ആ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഔദ്യോഗിക തലത്തിൽ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചർച്ചയുണ്ടായത്. ഞാനിവിടെ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഒരു രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ സംരക്ഷിക്കാൻ ആവശ്യമായ ചില സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കേണ്ടതുണ്ട്. ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെല്ലാമുള്ള അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? ഒരു രാജ്യത്ത് ചില വിഭാഗങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായി മുന്നോട്ട് വരാനുള്ള പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതിയെ മറികടക്കാൻ എല്ലാ സമൂഹം കൂടി അവരെ ഒന്ന് സഹായിക്കുക, അവർ കയറിപ്പോകാൻ ഒന്ന് തള്ളിക്കൊടുക്കുക. ഇതാണ് അഫർമേറ്റീവ് ആക്ഷൻ. ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഇന്ത്യയിലെ സംവരണം അതിൻ്റെ ഭാഗം മാത്രമാണ്. റിസർവേഷൻ എന്ന ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യമായി കണ്ടത് രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറഞ്ഞ ജാതി സെൻസസ്. ഇന്ത്യയിൽ ഇത്ര ശക്തമായി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി ഒരു ആവശ്യം ഉയർത്തും എന്നത് പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ ഗാന്ധി കൃത്യമായി സംസാരിച്ചത് ജാതിയാണ് ഇന്ത്യയുടെ പ്രശ്നം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ജാതിയാണ് ഇന്ത്യയുടെ പ്രശ്നം? എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നത്? രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാദം ഉയർത്തേണ്ടി വന്നത്? ഈ രാജ്യത്ത് നേടുന്ന വിവേചനങ്ങളുടെ ആധാരക്കല്ലെന്ന് പറയുന്നത് ജാതീയതയുടെ പേരിലാണ്. അതുകൊണ്ടാണ് ജാതി തന്നെയാണ് പറയേണ്ടതെന്നും ജാതി പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവകാശങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയണ്ടായി. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും പൊളിറ്റിക്കലായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം അത്ര കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു രാഹുൽ മുന്നോട്ട് വെച്ചത്. BJP വർഗീയത പറഞ്ഞപ്പോൾ ആ വർഗീയതയുടെ പുതപ്പിനടിയിലേക്ക് രാജ്യത്തെ മുഴുവൻ കീഴാള വർഗത്തെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പാൻ ഹിന്ദുവിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതല്ല ഇന്ത്യയുടെ കാതലായ പ്രശ്നം. ഇന്ത്യയുടെ കാതലായ പ്രശ്നം ഈ പുതപ്പിനടിയിലേക്ക് നിങ്ങൾ വലിച്ചു കൊണ്ടുവരാൻ പോകുന്ന മനുഷ്യരുടെ പട്ടിണിയാണ്, വിശപ്പാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനാണ് ഉത്തരേന്ത്യ മറുപടി കൊടുത്തത്. ആ രാഷ്ട്രീയത്തിനാണ് ഉത്തരേന്ത്യ പിന്തുണ കൊടുത്തത്. ആ പിന്തുണയാണ് നമ്മൾ കണ്ടത്. ആ പിന്തുണ നൽകിയതിന്റെ പിറ്റേന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു മുസ്ലിം പ്രീണനത്തെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നത് എന്നത് ഒട്ടും അവിചാരിതമായി ഉണ്ടായ കാര്യമല്ല. ഈ രാജ്യം മുഴുവനും വർഗീയതക്കെതിരെ പ്രതിരോധിക്കാൻ മനസ്സ് വെമ്പി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ വലിയ തോതിലുള്ള ഒരു മേൽക്കൈയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ വിശേഷിപ്പിച്ച ഒരു കാര്യം, ജയിച്ചവർ ദുഃഖിക്കുകയും തോറ്റവർ സന്തോഷിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നതാണ്. ഒരുപക്ഷെ BJPയെ ഇത്രയേറെ വിറളി പിടിപ്പിച്ചിട്ടുള്ള ഒരു ജയമുണ്ടാവില്ല. ഒരു ജയം അവർക്ക് ആഘോഷിക്കാനേ പറ്റിയില്ല. എന്നാൽ തോറ്റവരാകട്ടെ അത്യാഹ്ലാദത്തിലുമായിരുന്നു. കാരണം ആ മുന്നേറ്റമാണ് രാജ്യം ആഗ്രഹിച്ച മുന്നേറ്റം എന്നതാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ഒരു വിജയത്തിനിടയിൽ ഇത്തരമൊരു ചർച്ച രൂപപ്പെടുമ്പോൾ അതാർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത് ഒരുമിച്ചാണ്. നമ്മൾ ആരും ഗല്ലികളായി തിരിഞ്ഞ് മനുഷ്യർ മതത്തിന്റെ പേരിൽ വേറെ വേറെ വീട് വെട്ടി കുടി കെട്ടി താമസിക്കുന്നില്ല. നമുക്ക് വേറെ വേറെ ഗല്ലികളില്ല. നമ്മൾ ഈ പാളയം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ
നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പങ്കുവെക്കുന്നത് പാളയം പള്ളിയുമാണ് എന്ന് സന്തോഷപൂർവ്വം കാണാൻ സാധിക്കും. നമ്മുടെ തൊട്ടു മുമ്പിൽ ഒരു ക്രിസ്തീയ ദേവാലയത്തിലെ മണിമുഴക്കമാണ് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. ഇത് കേരളത്തിൻ്റെ സവിശേഷമായ ഒരു കാര്യമാണ്. എന്നാൽ മലയാളിയുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായി വർഗീയത നിറക്കാൻ എല്ലാ കാലവും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് മുസ്ലിം അപരവൽക്കരണമാണ്. ഒരു ശത്രുവിനെ വേണം, ഒരു അപരനെ സൃഷ്ടിക്കണം. മഹാത്മജി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും പൊരുതിയത് അപരനെ സൃഷ്ടിക്കുന്നതിനെതിരായിട്ടാണ്. ഗുരു എല്ലാ കാലവും ശ്രീനാരായണ ഗുരു സംസാരിച്ചത് അപരത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. എന്നാൽ അപരവൽക്കരണത്തിനെതിരെ ജീവിതം മുഴുവനും സമർപ്പിച്ച ഒരു ഗുരുവിന്റെ സന്നിധാനത്തിൽ നിന്നാണ് ഒരു വിഷഗുരു ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയത് എന്നതാണ് ഏറ്റവും നാണം കെട്ട കാര്യം. അയാളുടെ പ്രസ്താവന ഈ കേരളത്തിൽ പലപ്പോഴും മുറിവേൽപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിൽ നമുക്കൊരു പുതുമയൊന്നുമില്ല. എന്നാൽ ചില വസ്തുതകൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ആ വസ്തുതകളെ കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചത്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം 26.6 അല്ലെങ്കിൽ 27%. എന്നാൽ നമ്മുടെ സർവേ നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. പുതിയ സർവേ വരുമ്പോൾ അത് 30% അടുത്തേക്ക് വരും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവട്ടെ. എന്നാൽ ഈ 27% വരുന്ന മുസ്ലിം പ്രാതിനിധ്യം ഇപ്പോഴും 11.6 എന്ന് പറയുന്നത് മുസ്ലിം ലീഗോ SIO അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ അല്ല, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ അടുത്ത് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം കേരളത്തിലെ 26.6 വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സർവീസ് പ്രാതിനിധ്യം 11.6 മാത്രമാണ്. എന്നാൽ ചില സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള അവകാശപ്പെട്ടതിനേക്കാൾ 100-200 ഇരട്ടി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവസരം ലഭിച്ചവരോട് ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു സമൂഹം അവർക്ക് അവകാശപ്പെട്ടതുപോലും ലഭിക്കാതെ അവന്റെ കയ്യിലുള്ള ഭക്ഷണം തട്ടിപ്പറിച്ചെടുത്തിട്ട് നീ എന്താണ് ഞങ്ങളുടെ ഭക്ഷണം കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് മര്യാദകെട്ട വർത്തമാനമാണ് എന്ന് മാത്രമേ ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതൊരു മര്യാദകേടാണ്. നിങ്ങൾ കട്ടോണ്ട് പോയി എന്ന് മാത്രമല്ല, പോക്കറ്റ് അടിക്കാരന്റെ സ്വഭാവം പോലെ പോക്കറ്റ് അടിക്കാരൻ അതേ ഓടുന്നു എന്ന് പറഞ്ഞ് ഈ യഥാർത്ഥ പോക്കറ്റ് അടിക്കാരൻ പിന്നാലെ വരുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഈഴവ സമുദായം ഈ നാട്ടിലെ ജനസംഖ്യയുടെ 22% വരുന്ന സമൂഹമാണ്. അവർക്ക് അർഹമായ പ്രാതിനിധ്യം സർവീസിൽ ലഭ്യമാകണം എന്നുള്ളത് ആവശ്യമാണ്. എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണം. ഇതെന്താണ്? ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് മാറുകയുള്ളൂ. ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രം ചവറ്റുകൂനയിൽ ജീവിച്ചാൽ എങ്ങനെയാണ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാവുക? ഇന്ത്യ വികസിത രാഷ്ട്രമാണെങ്കിൽ ആവണമെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം അവസര സമത്വം ഉണ്ടാകണം. ആ അവസര സമത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ നുണബോംബുകളുടെ ഫാക്ടറി നിർമ്മിക്കുകയാണ് ഇവിടെ ചിലർ ചെയ്യുന്നത്. അതിൽ ഗുരുവിന്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ആശയത്തിന്റെ മുൻനിരയിൽ ഒരു കള്ളു കച്ചവടക്കാരൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള കാര്യം. അപ്പൊ സ്വാഭാവികമായും അയാളുടെ എത്തിക്സ് എന്താണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ എത്തിക്സ് എന്താണെന്നും വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം എന്താണെന്നും അയാളുടെ മകൻ എവിടെയാണ് മത്സരിച്ചതെന്നും അയാൾക്ക് കിട്ടിയ വോട്ട് എന്താണെന്നും അയാളുടെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നും ഒക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഞാനത് പറയുന്നില്ല. ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി അവസരം ഉണ്ടാകണം. ആ അവസരം സ്വാഭാവികമായി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാനും കോട്ടവാതിൽ തള്ളി തുറക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുകൂടി പ്രഖ്യാപിക്കാൻ ഈ സമ്മേളന വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. അത് ആവശ്യമാണ്.
എന്താണ് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പ്രത്യേകത? ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പ്രത്യേകത? ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലോ ശമ്പളത്തിനുള്ള ഏർപ്പാടോ മാത്രമല്ല, അതൊരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകലാണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പവറാണത്. അധികാരത്തിൻ്റെ പങ്കാളിത്തമാണ്. ആ അധികാര പങ്കാളിത്തത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി വളരെ ഭയാനകമായി മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സോഷ്യൽ പ്രോബ്ലംസ് ആണ് നാം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു സമൂഹം ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് ബാധിക്കുന്നത് സമൂഹത്തെ മൊത്തത്തിലാണ്. സമൂഹം ഒരു ശരീരം പോലെയാണ്. അതിൻ്റെ എവിടെ കുഴപ്പം വന്നാലും അതെല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രം എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രധാനമാണെന്നും ഏതെങ്കിലും ഒരു അവയവത്തിന് ഏതെങ്കിലും തകരാറുണ്ടായാൽ അതെല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ ബാധിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുന്നതിനായി പ്രമുഖ സാമൂഹിക ചിന്തകനും എഴുത്തുകാരനുമായ കെ ബാബുരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാനിയുടെ സദസ്സിലും ഉള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും SIO ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, പ്രത്യേകിച്ച് സർക്കാർ മൗനം മുസ്ലിം പ്രീണനം ഒരു ധവളപത്രം ഇറക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടോ അതിനുള്ള ഉത്തരം പറയണമെന്നുള്ള ആൾക്കാരുടെ സംശയം ദൂരീകരിക്കണമെന്നുള്ള ഒരു സമരം ആയി പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഈ വിദ്യാർത്ഥി സംഘടനയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിലാണ് ലവ് ജിഹാദ് ആരോപണം ഉണ്ടായത് ഒരു 13 വർഷം മുമ്പ്. ആ സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ചില കേസുകൾ വരികയും അത് ഡയറക്റ്റീവ് അനുസരിച്ച് പോലീസിനെ അന്വേഷിക്കേണ്ടി വന്നപ്പോഴത്തേന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് കേരള ഗവൺമെൻറ്റിന് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടി വന്നു, ഡോക്യുമെൻ്റ് സഹിതം വെക്കേണ്ടി വന്നു. അതിലൂടെ എന്ത് ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ, ലവ് ജിഹാദിനെ പറ്റിയുള്ള സംഘപരിവാർ നടത്തുന്ന ആരോപണം നടക്കും, അത് വേറൊരു കാര്യം. പക്ഷേ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും പ്രത്യേകിച്ച് ലിബറൽ രംഗത്ത് നിൽക്കുന്ന പലർക്കും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു ദുഷ്ടലാക്കുള്ള ഒരു ആരോപണം തള്ളിക്കളയാനായിട്ട് ഗവൺമെൻറ് റെക്കോർഡുണ്ടായി എന്നുള്ളതാണ്. ഗവൺമെൻറ് അതിൻ്റെ പക്ഷപാതപരമായിട്ട് അത് നോക്കിക്കണ്ടുകൊണ്ട് അതിന് തെളിവ് കൊടുത്താണ്. ഇതുപോലെ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒരു വസ്തുതയല്ല, അതൊരു ആരോപണം മാത്രമാണ്. അത് സംഘപരിവാറിൻ്റെ ഒരു ആരോപണം മാത്രമാണ്. അത് ഇന്ന് ആരംഭിച്ചതുമല്ല, പണ്ട് ആരംഭിച്ചതാണ്. പക്ഷെ അതിനെപ്പറ്റി കേരള സർക്കാർ പുലർത്തുന്ന ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ കേരള സർക്കാർ പുലർത്തുന്ന മൗനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. അതിന് കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മൗനത്തിനൊരു പ്രശ്നമുണ്ട്. ഈ മൗനം കൊണ്ട് സൃഷ്ടിക്കുന്ന എന്താണ്? അർത്ഥസമ്മതം എന്ന് തന്നെയാണ് അർത്ഥം. അവർ സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു മൗനത്തിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ, അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന കാര്യത്തിലൊരു മൗനം പുലർത്തുമ്പോൾ അത് ഞങ്ങളതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥമാണുള്ളത്. പക്ഷേ ഇവിടെ നമുക്കറിയാം, വളരെയധികം ഇവിടെ തന്നെ ഉദ്ഘാടകൻ പറഞ്ഞൊരു കാര്യമാണ്, മദ്രസകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, അവരുടെ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു നുണ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു TV കണ്ട് മന്ത്രി രാധാകൃഷ്ണൻ, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ പറയുന്നത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് 488 കോടി രൂപ കേരളത്തിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളടക്കമുള്ളേക്ക് കേരള ഗവൺമെൻറ് അങ്ങോട്ട് കൊടുത്തു. അതേപോലെ തന്നെ ശബരിമല അടക്കമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാനുള്ള വെള്ളവും വെളിച്ചവും പോലീസ് അടക്കമുള്ള കോടിക്കണക്കിന് കാര്യങ്ങൾ, റോഡ് സൗകര്യം അടക്കമുള്ള വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ മുടക്കുന്നു. അതെല്ലാം പൊതുമൂലധനത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ
അവരുടെ പള്ളികൾ നടത്തിപ്പോൾ അവരുടെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് ഒന്നും സർക്കാർ ഫണ്ട് കാര്യമായിട്ട് വിനിയോഗിക്കില്ല. ചില ഇൻസിഡൻസ് ഉണ്ട്, ചില സ്ഥാപനങ്ങൾക്ക് കൊടുത്തതായിട്ട് അറിയാമെങ്കിൽ പോലും. പക്ഷെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യം, വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യം, MLA ഫണ്ടും MP ഫണ്ടിൽ നിന്ന് വളരെയധികം പ്രാദേശികമായിട്ട് എല്ലാവരും ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനൊക്കെ കൊടുക്കുന്നുള്ളതാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് കടുത്തുരുത്തിയിൽ ഒരു അമ്പലമുണ്ട്, ഒരു ദേവസ്വം അമ്പലം. ഈ അമ്പലത്തിലും അവിടുത്തെ മോൻസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് MP കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് നാൾ മുമ്പ് 25 ലക്ഷം രൂപ അവിടെ കുളം നവീകരിക്കാൻ കൊടുത്തു. 25 ലക്ഷം. ഇതുപോലെ എത്രയോ പേര് ചെയ്തിരിക്കുന്നത്. നമുക്ക് MC ഷംസീർ നമ്മുടെ സ്പീക്കർ അവിടെ ഒരു അമ്പലത്തിന് 1 കോടി രൂപ കൊടുത്തതായിട്ട് നമുക്കറിയാം. ഇങ്ങനെ കേരള ഗവൺമെന്റിന്റെയും പൊതുമൂലം വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും അതിലെ സവർണർ തന്നെയാണ് ഇതിന്റെ കൈക്കാര്. അല്ലാതെ ഇവിടെ അവർണ ജനവിഭാഗങ്ങൾക്ക് ഒരു പങ്കാളിത്തമല്ല ഈ ക്ഷേത്രങ്ങളിലൊന്നും. ഈ നടത്തിപ്പുകാരും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ആയി ഗവൺമെന്റിൽ നിന്ന് പലതരത്തിൽ അർഹമായിട്ടും അനർഹമായിട്ടും വൻതുക കൈപ്പറ്റുകയും ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നതിനെ ചെയ്യാൻ ഇവിടെ ഒരു 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കള്ളപ്രചരണം ഒന്ന് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളത് കൊണ്ട് ഗവൺമെന്റ് കേസെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഗവൺമെന്റ് ചെയ്യില്ല. കാരണം എന്നാ, കേരള ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരും പലതരത്തിലുള്ള ഖാസ പോലുള്ള തീവ്രവാദ സംഘടനകളും അവരൊക്കെ പുലർത്തിയിട്ടുള്ള, പിന്നെ ചില ലിബറൽ എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾ ഔദ്യോഗിക സ്ഥാനത്തിരുത്ത് വളരെ ഉയർന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളും പലതുമൊക്കെ കേസെടുക്കേണ്ടതും വംശീയതയുടെ പരിധി വരുന്നതായതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ നിയമങ്ങൾ തന്നെ ഉള്ളതാണ് വംശീയത ഉൽപ്പാദിപ്പിക്കുന്നതിനെ. ഇതിനെതിരെ ഒരു തരിമ്പ് കേസ് പോലും എടുക്കാതെ മുസ്ലിം ചെറുപ്പക്കാരോ ആയവരെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ വീട്ടിൽ അന്വേഷിച്ച് പോലീസ് വരികയും കേസെടുക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസവും കൂടിയാണ് കേരള സർക്കാർ നിലനിർത്തുന്നത്, ഇടതുപക്ഷ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പറച്ചില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരുദ്ദേശപരമാണെന്ന് പറയുന്ന ഇതിന്റെ പിന്നിൽ ഗവൺമെന്റ് പുലർത്തുന്നതും പാർട്ടികൾ പുലർത്തുന്ന ഒരു മൗനവും കൂടെ കാരണമാണ്. അവിടെ സ്റ്റുഡന്റായ ആക്ഷൻ എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവാത്തത് വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഈ യോഗം ഉന്നയിക്കുന്ന ആവശ്യം. ഇതിനെതിരെ ഗവൺമെന്റ് അതിൻ്റെ ഒരു മൗനം വെടിയുക എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായി മാറി, ഒരു ചോദ്യമായി മാറി, അല്ലെങ്കിൽ ഒരു പ്രക്ഷാപണ മുദ്രാവാക്യമായി മാറാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തതോ വാങ്ങുന്നോ ഒന്നുമല്ല. അതൊക്കെ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെ, മുസ്ലിങ്ങൾക്ക് തൊഴിൽ സംവരണം ഇന്ത്യയിൽ കേരളത്തിലാണ് എന്തെങ്കിലും അവർക്കൊരു പ്രാതിനിധ്യം മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും അവരുടെ രാഷ്ട്രീയാധികാരം ഇന്ത്യയിലെ ഏക സ്ഥലം കേരളം മാത്രമാണ്. മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയാധികാരത്തിൻ്റെയും അവരിൽ നിന്ന് 5-10 MLA-മാരും 2-3 MP-മാരും മന്ത്രിമാരും ഒക്കെ വരുന്ന ഏക സ്ഥലം കേരളമാണ്. അതിന് കാരണം ഒരു മുസ്ലിം സംഘടന ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ല മതേതര സംഘടനകളുടെ അകത്തുകൂടിയൊന്നും അല്ല വന്നത്. ആ സംഘടനയെ വർഗീയ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം തിരസ്കരിക്കുകയാണ്. ആ വർഗീയ ശക്തിയുടെ അകത്തേക്ക് മറ്റ് തീവ്രവാദ ശക്തികളും കൂടെ കടന്നു വന്നുകൊണ്ട് ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടായിരുന്നു. ആ ഏകീകരണം ആണ് ഇന്നത്തെ പുതിയ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോൽവിക്ക് കാരണമെന്ന് അവർ പറയുന്നു. ഇതേ സമയത്ത് വെള്ളാപ്പള്ളി പറയുന്നു മുസ്ലിം പ്രീണനമാണ് കാരണമെന്ന് പറയുമ്പോൾ രണ്ടും ഏറെക്കുറെ ഒരേ വാദം തന്നെയാണ് പറയുന്നത്. സർക്കാരിന്റെ വക്താക്കൾ പറയുന്നതും സമുദായ നേതാവ് എന്നുള്ള പേരിൽ നിൽക്കുന്ന സംഘപരിവാർ ഏജന്റ് പറയുന്നതും വാക്കുകളിൽ മാത്രമുള്ള ചെറിയ വ്യത്യാസമല്ലാതെ ഭാവനാപരമായിട്ട് ഒന്നായി സന്ധിക്കുന്ന ഒരു ഇടവും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് മുസ്ലിം സംവരണം അല്ല മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അവർ യാഥാർത്ഥ്യമല്ല, അതൊരാശയമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? തീർച്ചയായും ഒരു ഐഡിയോളജിയാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇന്ത്യയിലെ ദേശീയ ഒരു സമരത്തിലൂടെ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഉദ്ഘാടകം പറഞ്ഞ പോലെ അത് വ്യത്യസ്ത സാമൂഹ്യമായ വിഭാഗങ്ങളെ ഒരു തരം കരാറടിസ്ഥാനത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ഏർപ്പാടിനെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു കരാർ പദ്ധതിയാണ്. അതിൻ്റെ രേഖയാണ്
ഭരണഘടന. ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് 2 നൂറ്റാണ്ട് നീണ്ടുന്ന സമരങ്ങളിലൂടെ ഉണ്ടായതാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന കരാറടിസ്ഥാനത്തിലുള്ള അവകാശാധികാരങ്ങൾ മുസ്ലിങ്ങളുടെ അകത്തേക്ക്, അത് മുസ്ലിങ്ങളുടെ മേൽ അവർക്ക് ഇതേവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ദേശീയ പ്രസ്ഥാന കാലത്ത് വളരെയധികം അവരുടെ ശേഷം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയാലോ, കേന്ദ്രമന്ത്രിസഭയിൽ ഒറ്റ മുസ്ലിം മന്ത്രിമാരില്ല. കോൺഗ്രസിന് പണ്ടൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ദലിതരായ കുറച്ചു പേരും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം വളരെ കുറവായി മാറി, ഇല്ലാതായി. അതിന് കാരണം എന്താണ്? ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തുന്നതിലൂടെ മതേതര കക്ഷികൾ നിർവീര്യരാകും. അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദലിതനല്ല, ഒരു മുസ്ലിം അല്ലാത്ത ഞാൻ മുസ്ലിം പ്രശ്നം ഉന്നയിക്കുമ്പോൾ കഠിനമായ രീതിയിൽ അധിക്ഷേപത്തിന് പാത്രമാവുകയാണ്. കാരണം മുസ്ലിങ്ങളാൽ പ്രീണിക്കപ്പെട്ട് അവരിൽ നിന്ന് പലതും കിട്ടാനായിട്ടാന്ന് പറയുന്ന വളരെയധികം വാദങ്ങൾ വരുന്ന പോലെ തന്നെ മതേതര കക്ഷികളെ നിർവീര്യരാക്കാനും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ആ പ്രാതിനിധ്യം ഇല്ലാതാക്കാനും കഴിയുന്ന അത്രയും വളരെ ശക്തിമത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വാക്കാണ് മുസ്ലിം പ്രീണനമെന്ന്. അതോടുകൂടി അവർക്ക് നിർവീര്യരാകുകയും മുസ്ലിം പ്രശ്നം ഉന്നയിക്കാൻ കഴിയാതെയും നമുക്ക് കണ്ടല്ലോ. പല കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല, അത് സമയമില്ല. ഈ കണ്ടു കഴിഞ്ഞല്ലോ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ള മതേതര കക്ഷികൾ അടക്കമുള്ളവരെ നിർവീര്യരാക്കാനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഈ നിർവീര്യതയുടെ ഭാഗമാകുന്നതുകൊണ്ടാണ് സ്വയം ഇതിനെ മറികടന്ന് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കാണിക്കാനും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തം കാണിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടുമാണ് ഗവൺമെന്റ് മൗനം പാലിക്കുന്നത്. തീർച്ചയായിട്ടും മൗനം വെടിയണമെന്നത് നമുക്ക് ആവശ്യപ്പെടുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള പ്രക്ഷോഭണങ്ങൾ വിവിധ മുസ്ലിം കമ്മ്യൂണിറ്റികളും സമാന സമുദായങ്ങളുമായിട്ട് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ ഓരോരുത്തരും അഭിനന്ദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുന്നതിനായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താരതമ്യേന സമുദായ സൗഹാർദ്ദം നല്ല നിലയിൽ നിലനിൽക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘപരിവാർ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമുണ്ട്. വിവിധ സമുദായങ്ങളെ തമ്മിൽ സംഘർഷത്തിലാക്കുക. അതിനുവേണ്ടി, അത്തരം സംഘർഷം നിർമ്മിക്കുന്നതിനു വേണ്ടി ചില കഥകൾ, കള്ളങ്ങൾ, വ്യാജ കഥകൾ നിർമ്മിച്ചുണ്ടാക്കുകയും അത് പ്രചരിപ്പിച്ച് സമുദായങ്ങളെ വിവിധ ചേരികളിൽ നിർത്തി അവരെ തമ്മിൽ അവർക്കിടയിൽ വലിയ സംഘർഷമുണ്ടാക്കി ശിഥിലീകരിക്കുന്ന സംഘപരിവാറിൻ്റെ പദ്ധതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കഥ കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും അനുഭവമില്ലാത്ത, ആരുടെയും വീടുകളിലും ബന്ധു വലയത്തിനുള്ളിലും സംഭവിക്കാത്ത ഒരു കാര്യം കേരളത്തിലുണ്ട് എന്ന് സമർത്ഥിക്കുകയും അത് മുന്നിൽ വെച്ച് സിനിമയടക്കമുള്ള സാംസ്കാരിക നിർമ്മിതികൾ നടത്തുകയും അങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു സംഘപരിവാർ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട്. അവരാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സംഘപരിവാറിന് വിജയിക്കണമെങ്കിൽ,
കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ മാറ്റി പണിയേണ്ടതുണ്ട്. കേരളത്തിൽ പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയൊരളവിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു സംഘർഷങ്ങളും ഇല്ലാതെ യോജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ്. കേരളത്തിലെ ഈഴവ സമൂഹം, ശ്രീനാരായണ ഗുരു ആണല്ലോ ആ സമൂഹത്തിന്റെ ആധ്യാത്മികതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഗുരു തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ചേർത്തുപിടിച്ച് സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഗുരുവിന്റെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഈഴവ സമൂഹം കേരളത്തിലെ സാമൂഹിക സൗഹാർദ്ദത്തിൽ, സമുദായ സൗഹാർദ്ദത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സമുദായമാണ്. ഈ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെ തുടർന്നാൽ സംഘപരിവാറിന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യതയും ഇല്ല. അവരുടെ രാഷ്ട്രീയ സാധ്യത ഉണ്ടാകുന്നത് ഈ സാമൂഹിക ഘടന മാറുമ്പോഴാണ്. അതിനുവേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകറ്റുവാനുള്ള ഒരു ശ്രമം നടന്നു. ലവ് ജിഹാദ് പദ്ധതി തന്നെയാണ് അതിന് ഉപയോഗിച്ചത്. അതിനനുസരിച്ച് തങ്ങൾക്ക് ഓരോ സമുദായങ്ങളിൽ നിന്നും അവർ ആവശ്യമായ ആളുകളെ നിർമ്മിച്ചെടുക്കുന്നു. ഈ വാദങ്ങൾ സമുദായങ്ങളുടെ ഉള്ളിൽ ഉന്നയിക്കാൻ ആവശ്യമായ ആളുകളെ നിർമ്മിച്ചെടുക്കുന്നു. അങ്ങനെ സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത്. അതിന്റെ ചെലവും അതിന്റെ എല്ലാ കാര്യങ്ങളും, ചോറും ചെലവും എല്ലാം കൊടുക്കുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ച സംഘടന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അകത്ത് ആ സമുദായത്തിന്റെ ഭാഗമാണെന്ന ഒരു പ്രതീതി നിലനിർത്തി സമുദായത്തിന്റെ ഉള്ളിൽ മുസ്ലിം വിരുദ്ധത നിരന്തരമായി പ്രചരിപ്പിക്കുന്നു. അതിന് ചില ഫലങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇതേപോലെ തന്നെ കേരളത്തിലെ ഈഴവ സമൂഹം, ആ ഈഴവ സമൂഹം വളരെ സൗഹാർദ്ദപരമായ നിലപാട് ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചവരാണ്. കേരളത്തിലെ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രപരമായ പ്രക്ഷോഭമുണ്ട്. ആ നിവർത്തന പ്രക്ഷോഭത്തിൽ ഒരുമിച്ചിരുന്ന 3 സമുദായങ്ങൾ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ഈഴവർ, ഈ 3 സമുദായങ്ങൾ ഒരുമിച്ചിരുന്നാണ് നിവർത്തന പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ തുടർച്ചയായി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിവർത്തന പ്രക്ഷോഭ മൂവ്മെന്റാണ് കേരളത്തിന്റെ ഭരണം, അന്നത്തെ തിരുക്കൊച്ചിയുടെ ഭരണത്തിലേക്ക് വരെ എത്തുന്നത്. രാഷ്ട്രീയമായ അധികാരത്തിലേക്ക് തന്നെ എത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിഭാഗമായി ഈ 3 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പാരസ്പര്യം വളർന്നു വന്നിരുന്നു. ദൗർഭാഗ്യകരമായി ആ സാമൂഹ്യ ഘടനയിൽ കേരളത്തിലെ ദലിതരും ആദിവാസികളും വന്നിരുന്നില്ല എന്നത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു പോരായ്മയാണ്. സാമൂഹിക അവകാശ നിഷേധത്തിൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിച്ചു വരേണ്ടുന്ന ഒന്നായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ആ നിവർത്തന പ്രക്ഷോഭം തകർത്തതാരാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ സവർണവാദികൾ. അവർ മനസ്സിലാക്കി ഈ മൂവ്മെന്റുകൾ മുന്നോട്ട് പോയാൽ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ തങ്ങൾ നിലനിർത്തിയിരിക്കുന്ന ഈ മേധാവിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിലവിൽ സവർണവാദികൾ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭ മൂവ്മെന്റ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ഇല്ലാതായത്. ആ സാമൂഹിക സൗഹാർദ്ദം വീണ്ടും നിലനിന്നാൽ സംഘപരിവാറിന് രാഷ്ട്രീയാധികാരം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിവർത്തന പ്രക്ഷോഭത്തെ തകർത്ത സവർണവാദികളുടെ അതേ തന്ത്രം കേരളത്തിലെ സംഘപരിവാർ വീണ്ടും ആവർത്തിക്കുന്നു. അതിനുവേണ്ടി കഥകൾ ഉണ്ടാക്കുകയാണ്. കാസയാണ് സംഘപരിവാരൻ നിർമ്മിച്ച കാസയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ മുസ്ലിം ഉൽപ്പാദിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്തതെങ്കിൽ ഈ ജോലി ഇപ്പോൾ ഈഴവ സമൂഹത്തിൽ നിർവഹിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ എന്നത് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. അറിഞ്ഞാണോ അറിയാതെയാണോ സംഘപരിവാറിന്റെ ഒരു കരാർ ജോലി ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമി, ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു ആദർശത്തിന്റെ പിൻഗാമി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ഈ നിലപാടിൽ നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവും പിന്നോട്ട് പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് അവരോട് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ദൗത്യം ാനുണ്ട്. ആ ചരിത്ര ദൗത്യം എന്ന് പറഞ്ഞ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത്
അവകാശങ്ങൾ അനർഹമായി നേടിയെടുത്തവർക്ക് അത് കൈവശം വെക്കുവാനുള്ള അവസരം ഒരുക്കലിന്റെ പേരല്ല നവോത്ഥാനം. കേരളത്തിലെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അനർഹമായ അവകാശങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നവർക്ക് നേരെ ഒരു വിരൽ പോലും ചൂണ്ടാത്ത നവോത്ഥാന മൂഢമതി എന്ന് പേരിട്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ തെറ്റ്. അതല്ല നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി കൊള്ളുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ ഈഴവർ. വെൽഫെയർ പാർട്ടിയുടെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ പത്തിൽ എനിക്ക് കേരളീയ സമൂഹത്തിന്റെ മുന്നിലുള്ളത് കേരളത്തിലെ അവകാശ നേതങ്ങൾക്ക് വലിയ തോതിൽ ഇരയാക്കപ്പെട്ട സമൂഹമാണ് കേരള സമൂഹം. കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് കലവറയില്ലാതെ പിന്തുണ കൊടുക്കുകയും മുന്നിൽ നിന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഒരുമിക്കേണ്ട ആൾക്കാരാണ്, യോജിച്ചവരാണ്. കേരളത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന സാമൂഹ്യ ഘടന അനർഹമായി സമ്പാദിച്ചിരിക്കുന്ന, കൈവശം വെച്ചിരിക്കുന്ന ഈ സവർണവാലിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു വാങ്ങേണ്ട കാലമാണ്. വെള്ളാപ്പള്ളി സംസാരിക്കേണ്ടിയിരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി സംസാരിക്കേണ്ടിയിരുന്നത് എന്തിനെ കുറിച്ച്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എംപിമാർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരിൽ പകുതി 50%-ലധികം 60% ആളുകൾ കേരളത്തിലെ സവർണ വിഭാഗങ്ങൾ, ന്യൂനപക്ഷം സവർണ വിഭാഗ പ്രതിനിധികളാണ് കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എവിടെ ഞങ്ങൾ അവകാശമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം ഈ ആശ വിതരണത്തിൽ ചരിത്രപരമായി സമുദായത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് ചോദ്യം അറിയാത്തതാണോ അതോ തെറ്റായ ചോദ്യമേ എന്ന് അദ്ദേഹം പഠിപ്പിച്ചതാണോ എന്നിലെ നമുക്ക് തർക്കമുള്ളൂ. ഇവിടെ മുസ്ലിം സമുദായത്തിന് അനർഹമായ പ്രാതിനിധ്യമുണ്ട് എന്ന് പറയുന്ന ഏത് കമ്മീഷൻ റിപ്പോർട്ടുണ്ടോ? ഇന്ത്യയിൽ ഒരുപാട് റിപ്പോർട്ടോ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് റിപ്പോർട്ടുകൾ കേന്ദ്രവും കേരളവും സംസ്ഥാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ അർഹമായതിൽ കൂടുതൽ അവകാശങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട് മുസ്ലിം സമുദായം എന്ന ഒരു റിപ്പോർട്ട് ആരുടെയെങ്കിലും കൈവശമുണ്ടോ? ഇല്ല. ഉള്ള റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് പ്രാതിനിധ്യക്കുറവാണ്, പ്രാതിനിധ്യമില്ല, ഒന്നിനുമില്ല. രാജ്യസഭയിൽ ഇപ്പോൾ 5 പേർ വന്ന ഒരു യാദൃച്ഛികത, അത് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മൈനസ് ആണെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്രയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം 2 മുസ്ലിം, 3 മുസ്ലിങ്ങൾ, 2 ഈഴവർ, 2 കമ്മ്യൂണിറ്റിക്കും പ്രാതിനിധ്യക്കുറവാണ്. പ്രാതിനിധ്യക്കുറവിന്റെ കണക്ക് മാത്രമേ മുസ്ലിം സമൂഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിലുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ അധിക പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുന്നത്? അവിടെയാണ് സർക്കാരിന്റെ മൗനം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഏജൻസി എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാരാണ് പ്രാതിനിധ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഏജൻസി. കേരള ഗവൺമെന്റ് അത് പഠിക്കണം, എന്നിട്ട് പറയണം നിങ്ങൾ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തരുത്, ഇതുപയോഗിച്ച് വിദ്വേഷം പ്രചാരണം നടത്തരുത്. 153A തുടങ്ങിയ നിയമങ്ങളുണ്ടല്ലോ. എന്തിനാണ് നിയമം? ആ നിയമം സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാതിരിക്കാനാണ്, സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാതിരിക്കാനാണ്. ആ നിയമത്തിന്റെ മുകളിൽ നിൽക്കുന്ന കേരള ഗവൺമെന്റ് ഉണ്ട്, സർക്കാരുണ്ട്. ആ സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഇത്തരം വിഭാഗീയ പ്രചരണങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോ അത് നടത്താൻ പാടില്ല എന്ന് പറയുകയും വസ്തുത വെളിപ്പെടുത്തുകയും വേണം. ഇതുവരെ സർക്കാർ മിണ്ടിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, അതിനുശേഷവും മിണ്ടുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സമുദായങ്ങൾ തമ്മിൽ തല്ലി സംഘർഷമുണ്ടാക്കിയാൽ ആ സംഘർഷത്തിലൂടെ രൂപപ്പെടുന്ന ധ്രുവീകരണത്തെ തങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന ഒരു കുറുക്കൻ ബുദ്ധിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പുലർത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കളത്തിലിറങ്ങൂ,
പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ കളത്തിലിറങ്ങൂ. എന്നിട്ട് പറയൂ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേരളത്തിന് നൽകുന്ന ഒരു ശക്തമായ സന്ദേശമുണ്ട്. 1000 പേനക്കത്തികൾക്കിടയിലൂടെ നിങ്ങൾ നടന്നുപോയി എന്ന് പറഞ്ഞാലും ഈ നുണപ്രചാരണങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഈ നിശബ്ദതയുണ്ടല്ലോ, അതിന് പിണറായി വിജയനെ ചരിത്രം വിചാരണ ചെയ്യുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. തുടർന്ന് സംസാരിക്കുന്നതിനായി പ്രമുഖ സിനിമാ സംവിധായകൻ പ്രശാന്ത് എഴവൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ മുൻപ് ഒന്നുമില്ലാത്ത വിധം സംഘപരിവാർ ആശയങ്ങൾ അഥവാ ഹിന്ദുത്വ വംശീയത അല്ലെങ്കിൽ സവർണ ഹൈന്ദവത, അതങ്ങനെ തന്നെ നമ്മൾ പറയണം, സംഘപരിവാർ ആശയങ്ങൾ അഥവാ ഹിന്ദുത്വ വംശീയത അഥവാ സവർണ ഹൈന്ദവത കൃത്യമായി പിടിമുറക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിൽ അതിനെതിരെ കൃത്യമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ, കൃത്യമായ ജാഗ്രതയോടുകൂടി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് നമ്മളതിനെ നേരിട്ടില്ലെങ്കിൽ നമ്മളുടെ നാളുകളിൽ പിറക്കാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ഒരു സമാധാനപൂർണമായ ജീവിതമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം നടന്ന് ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക എന്ന തലക്കെട്ടോടുകൂടി SIOയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ പരിപാടിക്ക് ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിനൊക്കെ ഉപരി ഞാൻ നാട്ടിൽ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണ ദർശനവേദി എന്ന് പറയുന്നൊരു സംഘടനയുടെ പ്രവർത്തനം കൂടിയാണ്. ശ്രീനാരായണ ദർശനവേദിയിൽ ഗുരുവിന്റെ ദർശനങ്ങളെ ശരിയായ രീതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദളിത് പിന്നോക്ക മുസ്ലിം ജനതകൾ മാത്രമുള്ള സംഘടനയാണ് ഈ പറയുന്ന ശ്രീനാരായണ ദർശനവേദി. പൊതുവെ ശ്രീനാരായണ ദർശനവേദിയിൽ സവർണ സമുദായങ്ങൾ ഉണ്ടാവാറില്ല, ആരും വന്നിട്ടില്ല. ഞാൻ ആ സംഘടനയുമായി കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. സവർണ ഹൈന്ദവത ഈ കാലത്തും RSSന്റെ ആശയങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും എങ്ങനെയാണ് ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളിൽ ഇടപെടുന്നതെന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെതിരെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനോ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ കൂടി മഹാത്മാവായ നാരായണ ഗുരു ഹിന്ദുത്വ വംശീയതയെ വെല്ലുവിളിച്ചുകൊണ്ട്, സവർണ ഹൈന്ദവതയെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവിക പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവന്റെ പേരിൽ, ഗുരുദേവന്റെ ദർശനങ്ങൾ പിൻപറ്റി പ്രവർത്തിക്കുന്ന ദർശനവേദിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. അതിന് SIയോട് ഞാൻ സന്തോഷവും നന്ദിയും പറയുകയാണ്. സത്യത്തില് അധ്യക്ഷ പ്രാസംഗികനും ഉദ്ഘാടകനും ഇപ്പൊ ബാബുരാജേട്ടനും ഇപ്പൊ റഫീഖ് സാഹിബ് ഉൾപ്പെടെ കൃത്യമായ ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഇടപെടുന്നത്, മുസ്ലിം ഈഴവ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം എങ്ങനെയാണ്, സവർണ ഹൈന്ദവ ലോബി, കൃത്യമായി പറഞ്ഞാൽ നായർ, നമ്പൂതിരി, നസ്രാണി സവർണ ക്രിസ്ത്യാനികളാണ് ഈ കേരളം ഇക്കാലം അത്രയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറയാതിരുന്നുകൂടാ. പേര് പറയാതെയാണെങ്കിലും ഈ നായർ, നമ്പൂതിരി, സവർണ ക്രിസ്ത്യാനി വിഭാഗങ്ങളാണ് കേരളത്തിന്റെ വിഭവാധികാര കേന്ദ്രങ്ങൾ, കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ, കേരളത്തിന്റെ സർക്കാർ ജോലി തൊഴിലിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ ഉപരിപഠന മേഖലകളെല്ലാം കീഴടക്കിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ പല രീതിയിലും പരാമർശിക്കപ്പെട്ടു ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4 വർഷക്കാലം മുമ്പാണ് സത്യത്തിൽ സവർണ സംവരണം നടപ്പിലായത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും അധികം ബാധിക്കുക ഈ സവർണ സംവരണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനും ഈഴവ സമുദായത്തിനുമാണ്. നേരത്തെ പറഞ്ഞു ഏകദേശം 30% മുസ്ലിം സമുദായം ഉണ്ടെങ്കിൽ ഇപ്പോൾ സെൻസസ് ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഒരു 21-25 ഈഴവ സമുദായം ഉണ്ടാവും. ഈ സമുദായങ്ങളെ ക്രൂരമായി, ഈ സമുദായങ്ങളുടെ ഭാവി തലമുറയെ, ഈ സമുദായത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, കുട്ടികളെ, യുവജനങ്ങളെ ബാധിക്കുന്ന ഈ സവർണ സംവരണം ഉണ്ടായിട്ട് 4 വർഷക്കാലം കഴിഞ്ഞു. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സമുദായ സ്നേഹി എന്ന് അവകാശപ്പെട്ട് സഹോദരനയ്യപ്പനും ഡോക്ടർ പൽപ്പുവും പോലുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത സവർണ ഹൈന്ദവതയ്ക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്ത ഒരു കാലത്ത് ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഹിന്ദുത്വ വംശീയതയ്ക്ക്, സവർണ ഹൈന്ദവതയ്ക്ക് ഓശാന പാടുന്ന, കുടലൂതുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ
വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായ അംഗങ്ങളുടെ അപമാനമാണ്, നാണക്കേടാണെന്ന് പറയാൻ ഈ സമുദായത്തിൽ ജനിച്ചു പോയ വ്യക്തി എന്ന നിലയിൽ ഉറപ്പോടെ പറയാൻ സാധിക്കും. സത്യത്തിൽ ഈഴവ സമുദായാംഗങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കേണ്ടത് ആർക്കാണ്, ആരുടെ ആവശ്യമാണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് എപ്പോഴും ഹിന്ദുത്വ വംശീയതയ്ക്ക്, സവർണ ഹൈന്ദവതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ടൂൾ കൂടിയാണ് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത. ഞങ്ങളൊക്കെ ഇപ്പൊ പറയും കേരളത്തിലെ RSS അല്ലെങ്കിൽ സംഘപരിവാറിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. ഇപ്പൊ അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ പര്യായത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം RSS അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. രാജ്യത്ത് RSSന് മുമ്പ് BJPക്കും ഈ രാജ്യത്ത് ആദ്യമായി സവർണ സംവരണം നടപ്പിലാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അപ്പോൾ കേരളത്തിൽ നിലവിൽ ഹിന്ദുത്വ ഐഡിയോളജിയുമായി സമരസപ്പെട്ടു കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളായി CPIയും CPMും മാറുമ്പോൾ അവർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അവർ കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന് ചുക്കാൻ പിടിക്കുന്ന NSSന് വേണ്ടിയാണ് ഭരിക്കുന്നത്. നമുക്കറിയാം ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് 7 ലക്ഷം രൂപ പള്ളി പണിതെടുത്ത് ക്ഷേത്രം പണിയാൻ സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന മാത്രമാണ്. ജാതി സെൻസസിനെ എതിർ നിൽക്കുന്ന സംഘടന ഏതാണ്? NSS ആണ്. സവർണ സംവരണത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച് ജാതി സംവരണം നിർത്തലാക്കണം എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിലെ ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും ഭാവി തലമുറകളെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ആരാണ്? NSS ആണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ടത് NSSന്റെ നേതാവ് സുകുമാരൻ നായർക്ക് ക്ഷൗരം ചെയ്യേണ്ട പണിയല്ല വെള്ളാപ്പള്ളി നടേശൻ എടുക്കേണ്ടത്. മറിച്ച് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈ കേരളത്തിലെ ഈഴവന്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഒപ്പം നിൽക്കേണ്ട പണിയാണ് വെള്ളാപ്പള്ളി എടുക്കേണ്ടത്. നമുക്കറിയാം 4 വർഷക്കാലം മുമ്പ് സവർണ സംവരണം നടപ്പിലാക്കി. ഇത്രകാലം NSSോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ തിരുത്താൻ NSS അതിന്റെ പ്രചാരകരായിരുന്നു. എന്നാൽ ഇപ്പോൾ ജാതി സെൻസസിന്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം സംവരണമേ വേണ്ട എന്ന നിലപാടിലേക്കാണ് NSS എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ സവർണ ഹൈന്ദവ അജണ്ടകൾ ഇടതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷ സർക്കാരിനെയും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ബ്രാഹ്മണ്യ സവർണബോധമുള്ള സംഘടനകൾ നടപ്പിലാക്കുമ്പോൾ കേവലം NSSന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും അപമാനപരമായ ഒരു യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി നടേശൻ മറന്നു മനസ്സിലാക്കണം, ഈ പറയുന്ന സവർണ സംവരണം മൂലം അനീതി അനുഭവിക്കേണ്ട, ക്രൂരത അനുഭവിക്കേണ്ട കുട്ടികൾക്ക് വേണ്ടി, പിഞ്ചു തലമുറയ്ക്ക് വേണ്ടി പാർലമെന്റിൽ ആ നിയമം വന്നപ്പോൾ സംഘപരിവാറിനെതിരെ ഒപ്പിടാൻ ഈ രാജ്യത്തെ മുസ്ലിം സമുദായവും മുസ്ലിം സമുദായത്തിന്റെ MP-മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ മറക്കരുത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും ഈ സവർണ ഹൈന്ദവത വളരെ സൂത്രത്തിൽ ഇടപെടുക, നേരത്തെ പറഞ്ഞല്ല, ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പലപ്പോഴും ഇസ്ലാം വിരുദ്ധ പ്രവർത്തിച്ചുകൊണ്ട്. അപ്പൊ ഇതിന്റെ നേട്ടം ആർക്കാണ്? നേരെ സൂചിപ്പിച്ചു, ഇസ്ലാം വിരുദ്ധ പ്രവർത്തിപ്പിച്ച് ഹിന്ദുത്വ വംശീയതയുടെ പതാകവാഹകരായി SNDP ഒക്കെ പോയി കഴിഞ്ഞാൽ, SNDP നിലവിലുള്ള നേതൃത്വമൊക്കെ പോയി കഴിഞ്ഞാൽ, ഈഴവർ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ആർക്കാണ് നേട്ടം? മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് യാതൊരു നേട്ടവുമില്ല. ഈഴവ സമുദായങ്ങൾക്ക് നേട്ടമില്ല, കോട്ടമുണ്ട്. കാരണം ഈ പറയുന്ന കേരളത്തിന്റെ വിഭവാധിക കേന്ദ്രങ്ങൾ, കേരളത്തിലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള അധികാര ഇടങ്ങൾ ഹിന്ദുവിന്റെ പേരിൽ ഒരു സവർണ വിഭാഗം മാത്രം കവർന്നെടുക്കുന്നത് ഈഴവ സമുദായം അംഗങ്ങൾ ഉൾപ്പെടെ, പിന്നോക്ക ദളിത് സമുദായങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയാതെ അവർ ഹിന്ദുത്വവൽക്കരിച്ചുള്ള ഗുണമുണ്ടാവുക സവർണ സമുദായങ്ങൾക്ക് മാത്രമാണ്. സവർണ സംവരണത്തിന്റെ അനീതികൾ തിരിച്ചറിയാതിരിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ, ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശന്മാരെ പോലുള്ള ആളുകളുടെ പ്രസ്താവനകൾ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ പറയും, ഇത് പറയാതെ പോകാൻ പറ്റില്ല, ഇടതുപക്ഷത്തിന്റെ മൗനം വഴിയാണ്. ബാബുരാജേട്ടൻ പറഞ്ഞു, ഇടതുപക്ഷം ഒരു അർദ്ധസമ്മതം കൊടുക്കുന്ന പോലെയാണ്. ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് തിരുത്താൻ നമുക്ക് സാധിക്കുക? കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇസ്ലാമോഫോബിയ പടർത്തുന്ന വർത്തമാനങ്ങൾക്ക് പരോക്ഷമായി മൗനാനുവാദം കൊടുത്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സവർണ സംവരണത്തിനെതിരെ മുസ്ലിം ലീഗ് കൃത്യമായ നിലപാടെടുത്തപ്പോൾ അവർ പറഞ്ഞു സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കിയാണെന്ന്.
ഇത്തവണ ഇടതുപക്ഷ മന്ത്രിസഭയിൽ 10ഓളം മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്ന് മാത്രം വന്നിട്ട് ഇവിടെ യാതൊരു സാമുദായിക പ്രശ്നവുമില്ല. എന്നാൽ UDF മന്ത്രിസഭയിൽ അഞ്ചാമതൊരു മുസ്ലിം മന്ത്രി വരാൻ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിനനുസരിച്ച് കൃത്യമായ 5ാം മന്ത്രിക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷവും CPM-ഉം CPI-യും BJP-യും എല്ലാം പറഞ്ഞത് ഒരേ വർത്തമാനമാണ്, ഇവിടെ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ കൃത്യമായ പച്ചവോട് വിവാദം, അങ്ങനെ എത്രയോ വിവാദങ്ങൾ, മിത്ത് വിവാദം ഉണ്ടായപ്പോൾ ഷംസീറിനൊപ്പം നിന്നതാരാണ്? ഷംസീറിനെതിരെ ഇവിടെ NSS നാമജപ ഘോഷയാത്ര നടത്തി, ആ കേസുകളൊക്കെ പിൻവലിച്ചു. ഇവിടെ CAA വിരുദ്ധ കേസുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം നമുക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമെല്ലാം SNDP-യിലുമെല്ലാം ഈ ഹിന്ദുത്വ വംശീയത അപകടകരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ കേരളത്തിന്റെ മതേതരത്വ മുഖമുള്ള മതേതരത്വ മനുഷ്യരോട് വെല്ലുവിളി നിർന്ന സമീപനവുമായിട്ടാണ് മുസ്ലിം പ്രീണനമെന്ന കുറെ നാളുകളായിട്ടുള്ള പച്ചക്കള്ളം മുൻനിർത്തി വന്നിരിക്കുന്നത്. ശ്രീനാരായണ SNDP എന്നാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്, അല്ലാതെ ഹിന്ദുത്വ ധർമ്മപരിപാലന യോഗമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുറുകെ പിടിച്ച് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വാചകം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായാംഗങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ തിരുത്തുമെന്നും ഈ രാജ്യത്തെ പോരാട്ടങ്ങൾക്ക് മുസ്ലിം സമുദായങ്ങളോടൊപ്പം ചേർന്ന് ഈ പറയുന്ന സവർണ ഹിന്ദുവതയ്ക്കെതിരെ കരുത്തുറ്റുള്ള പോരാട്ടങ്ങൾ വരുംകാലങ്ങളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് സംസാരിക്കുന്നതിനായി സഫീർ ഖാൻ മനാനി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ആദരവ് ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ ചില സന്ദർഭങ്ങൾ നമ്മളൊരു മുസ്ലിം വിഷയമാക്കി ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ വളരെ പ്രയാസത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ സമയം ചിലവഴിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കഥ, ആ കഥയിൽ ഒരു പുഴയരികിൽ 2 പേർ മത്സ്യം പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ആ സന്ദർഭത്തിൽ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഒരാളോട് അദ്ദേഹത്തിന്റെ കുട്ടയിൽ ഒരുപാട് മത്സ്യം അദ്ദേഹം ചൂണ്ടയിട്ട് ആ പുഴയിൽ നിന്നും പിടിച്ചിരിക്കുന്നു. ആ മത്സ്യം ഒന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. ആ കുട്ടി അടുത്ത ഇരിക്കുന്ന ആളിന്റെ അരികിലേക്ക് ചെന്നിട്ട് കുറഞ്ഞ മത്സ്യം മാത്രം അദ്ദേഹത്തിന്റെ കുട്ടയിലുണ്ട്, അദ്ദേഹം പുഴയിൽ നിന്ന് പിടിച്ചതാണ്, മത്സ്യം ചോദിച്ചപ്പോൾ ഒന്നെടുത്തു കൊടുത്തു. ആ കുട്ടി മടങ്ങിപ്പോയി. അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. 3-ാം ദിവസവും അപ്രകാരം സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടും ഈ മത്സ്യം കൊടുക്കാത്ത മനുഷ്യനോട് അരികിലിരിക്കുന്ന ദയയുള്ള കരുണയുള്ള ആ മനുഷ്യൻ ചോദിച്ചു, ആ ഒരു കുട്ടി വന്ന് നിന്നോട് മത്സ്യം ചോദിച്ചിട്ടത് കൊടുക്കാതെ പോയത് ക്രൂരമായ മനസ്സായി പോയി എന്ന് പറഞ്ഞപ്പോൾ 4-ാം ദിവസം ആ കുട്ടി ഈ ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ മത്സ്യം കൊടുക്കാത്ത മനുഷ്യൻ ഒരു നൂലെടുത്ത് ചൂണ്ട കൊരുത്ത് ആ ചൂണ്ടയിൽ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന് പഠിപ്പിക്കലോടുകൂടി ആ കുട്ടിയെ അരികിലേക്ക് മാറ്റിയിരുത്തി ആ കുട്ടിയെ കൊണ്ട് മത്സ്യം പിടിപ്പിച്ചു. ആ കുട്ടിക്കത് ആവേശമായി. ആ കുട്ടി അങ്ങനെ നിരന്തരമായി പിന്നെ ജീവിതത്തിലേക്ക് ആ ഉയർന്നു വരുന്നൊരു സാഹചര്യം, സ്വന്തമായി ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ പ്രാപ്തമായ തരത്തിലേക്ക് ആ കുട്ടിയെത്തി. കേരളത്തിന്റെ സാഹചര്യത്തിൽ മത്സ്യം പിടിച്ചിട്ട് മത്സ്യം കൊടുക്കാത്ത വ്യക്തികൾ സർക്കാരും മത്സ്യം കൊടുത്ത വ്യക്തി സമുദായവുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല എങ്കിൽ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട പ്രാതിനിധ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടിട്ട് പോലും ഉച്ചത്തിലൊന്ന് കരയാൻ പോലും മനസ്സ് കാണിക്കാതെ കേരളത്തിലെ എല്ലാ സംഘടനകളും മതസംഘടനകളും മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ആ സർക്കാർ കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ സംഘടനകൾ കൊടുക്കാൻ തയ്യാറായി. അതാണ് അപകടമായി മാറിയത്. കേരളത്തിൽ എണ്ണി നോക്കുക, ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ കണക്കൊന്നെടുത്ത് വെക്കുക. മുസ്ലിം സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ കൊടുത്ത വീടുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഈ എണ്ണപ്പെടുന്ന സംഘടനകൾ കൊടുത്ത
സമുദായത്തിന്റെ പേരിലുള്ള സംഘടനകൾ കൊടുത്ത ഭവനങ്ങളുടെ എണ്ണത്തിന്റെ പകുതി പോലും എത്താൻ സർക്കാർ കൊടുത്ത വീടുകളുടെ എണ്ണം വരില്ല. നമ്മൾ സമാധാനപ്പെട്ടു. കൊടുക്കാൻ സംഘടനകളുണ്ട്, വാങ്ങാൻ സമുദായവും അതുപോലുള്ള പാവങ്ങളുമുണ്ട്. നമ്മൾ സമുദായം നോക്കിയല്ല കൊടുത്തത്, എല്ലാ സമുദായത്തിനും കൊടുത്ത്. തൊഴിലില്ലാത്തവന് നമ്മൾ തൊഴിൽ കൊടുത്തു, വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അവൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുത്താതെ അവരെ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോയത്. ചോദിക്കേണ്ട തരത്തിൽ ചോദിച്ചാൽ ചൂണ്ട കൊരുത്ത് കയ്യിലേക്ക് കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗവൺമെന്റ് അവരെ ആ തരത്തിലേക്ക് ഗവൺമെന്റ് തലങ്ങളിലേക്ക് നമ്മുടെ സമുദായത്തിലെ ആളുകളെ കടത്തിക്കൊണ്ടുവരാൻ എല്ലാവരും LDFും UDFും ആര് ഭരിച്ചാലും അവരൊക്കെയും നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അവിടെ ചോദിക്കാൻ നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് സമാധാനത്തോടെ നമ്മൾ ആരോടും പരാതി പറയാതിരുന്നപ്പോൾ അനാവശ്യമായും അനർഹമായും വാരിക്കൂട്ടിയ അധികാരങ്ങളും അവരുടെ എല്ലാ മേഖലകളും കരസ്ഥമാക്കിയിട്ട് അവർ വിരൽ ചൂണ്ടുന്ന നമ്മുടെ മുന്നിലേക്ക് എല്ലാ മുസ്ലിം സമുദായം കൊണ്ടുപോയി എന്ന് പറയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന കണക്ക്, അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ കണക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ ഏത് മദ്രസ അധ്യാപകർക്കാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നതെന്ന് ഒന്ന് തുറന്നു പറയാൻ ഈ ഇവിടെ ഭരിച്ചിട്ടുള്ള ഇടതും വലതും ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് SIO ധൈര്യത്തോടെ തിരുവനന്തപുരത്ത് നമുക്ക് ധൈര്യത്തോടെ പറയാം. രക്തസാക്ഷി മണ്ഡപത്തിന്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടി വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നു. ധൈര്യത്തോടെ എല്ലാ കാലത്തും വോട്ട് ബാങ്കുകളാക്കി മാറ്റി നിർത്തി വിജയിക്കാൻ വേണ്ടി ഈ വട്ടം UDF ആണ് ജയിച്ചതെങ്കിൽ അത് മുസ്ലിം വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയാൻ അവർ മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ, LDF ജയിച്ച സന്ദർഭത്തിൽ മുസ്ലിം വോട്ടുകൾ ആ ഭാഗത്തേക്ക് പോയി എന്നവർ തുറന്നു പറയാതെ അവർ സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ മണ്ണിൽ നിന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നു. സംഘടനകളുടെ അതിർവരമ്പുകളില്ലാതെ ന്യൂനപക്ഷങ്ങളായി ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിം എന്ന് മാത്രമല്ല മറ്റ് ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങാൻ SIO പ്രതിഷേധ സംഗമം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ DKISFും അതിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് പറയുവാനുള്ളത്, താങ്കളുടെ രാഷ്ട്രീയം കേരളം ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചില നേതാക്കളെ പരിശോധിച്ച് നോക്കുക. എവിടെയാണ് PC ജോർജ്? എവിടെ PC ജോർജ് ഞെളിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇടങ്ങളിൽ PC ജോർജിനെ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഒറ്റക്കെട്ടായി ന്യൂനപക്ഷം ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ഈഴവ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആനുകൂല്യങ്ങൾ പറ്റി മകനും അച്ഛനും ഒരുമിച്ച് നിന്നുകൊണ്ട് സുഖ ആഡംബരങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അതിനെ തകർക്കാൻ ന്യൂനപക്ഷം ഒരുമിച്ച് നിന്നാൽ താഴെ തട്ടിലേക്ക് പതിക്കുമെന്നുള്ള, താഴെ തട്ടിലേക്ക് വലിച്ചിറക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി സംഘപരിവാറിന് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവസാനം അപകടത്തിലേക്ക് ചെന്ന് പതിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ എല്ലാവിധ സമരങ്ങളിലും SIOയോടൊപ്പം അതുപോലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സംഘടനകളോടൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ DKISFിന്റെ പൂർണ്ണ പിന്തുണയും അതിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക. പ്രതിഷേധ സംഗമത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ സമിതി അംഗമായ മുഹമ്മദ് റഈസ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട നുണകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് സർക്കാർ ധവളപത്രം പ്രസിദ്ധീകരിക്കുക. SNDP നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം പ്രീണനം എന്ന പരാമർശത്തെ തുടർന്ന് മുസ്ലിം പ്രീണനം എന്ന ആശയം വീണ്ടും സജീവമായ ചർച്ചയായിരിക്കുകയാണ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ LDFന് വോട്ട് കുറയാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനം ആണെന്നാണ് പറഞ്ഞത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നും അദ്ദേഹം സർക്കാർ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം കാണിക്കുന്നു എന്ന് പറയുകയും എഴുതുകയും ചെയ്യുകയുണ്ടായി. രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ വിഷയത്തിലും മറ്റു ഭരണ ഉദ്യോഗ
വിദ്യാഭ്യാസ മേഖലകളിലും ഭീകരമായ വിവേചനം നേരിടുകയും ജനസംഖ്യാനുപാതികമായി അർഹമായ പ്രാതിനിധ്യം എവിടെയും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ച ഈ പരാമർശങ്ങൾ കല്ലുവെച്ച നുണകളാണ്. കേരളത്തിലെ LDF സർക്കാർ സംവരണത്തിൻ്റെയും വഖഫ് അടക്കമുള്ള വിഷയങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ കത്തിവെച്ച ഭരണകാലയളവിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം നുണപ്രചാരണം നടത്തുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേവലമായ ഒരു നുണപ്രചാരണം മാത്രമല്ല എന്ന് മുസ്ലിം പ്രീണനം എന്ന ആശയം രാജ്യത്ത് എത്തരത്തിലാണ് പ്രചരിക്കപ്പെട്ടത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. സംഘപരിവാർ രാജ്യത്ത് നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജവും വംശീയവുമായ ഒരു ആരോപണമാണ് മുസ്ലിം പ്രീണനം എന്നത്. മുസ്ലിങ്ങൾക്ക് അനർഹമായി പലതും ലഭിക്കുന്നു, ഹിന്ദുക്കൾക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വാദം ഉണ്ടായി വന്നത്. വെള്ളാപ്പള്ളി നടേശനും ഇതിന്റെ തുടർച്ചയിലാണ് മുസ്ലിം പ്രീണനം എന്ന് പ്രയോഗിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഭരണ, ഉദ്യോഗ, വിദ്യാഭ്യാസ തലങ്ങളിലെ സവർണ മുന്നോക്ക സമുദായങ്ങളുടെ അമിത പ്രാതിനിധ്യത്തെ ചോദ്യം ചെയ്യാതെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നുണ പറയാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചത് പിന്നാക്ക സമുദായങ്ങളുടെ ഐക്യത്തെയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങളുടെ യോജിച്ചുള്ള പോരാട്ടങ്ങളെയും തകർക്കുക എന്ന സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇത്തരം നുണപ്രചാരണങ്ങൾ പലപ്പോഴായി കേരളീയ പൊതുമണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടും മുസ്ലിം സമുദായത്തിനെതിരെ വംശീയ അധിക്ഷേപങ്ങൾ വ്യാപകമായി നടന്നിരുന്നു. ഇത്തരം പ്രചാരണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കുകയും ഇസ്ലാമോഫോബിയയെ ശക്തിപ്പെടുത്തുകയും ആണ് ചെയ്യുന്നത്. ഇത് മുസ്ലിം സമുദായത്തിന് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുമുള്ള ജനാധിപത്യ ഇടത്തെ നിഷേധിക്കുന്നതിലേക്കാണ് ചെന്നെത്തുന്നത്. ഈ നുണകൾ ഉണ്ടാക്കുന്ന സാമൂഹ്യ സമ്മർദ്ദങ്ങൾ മുസ്ലിം സമുദായത്തെ രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണ്. മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഇത്തരം പ്രചാരണങ്ങൾ സംഘപരിവാരത്തിനും BJPക്കുമുള്ള സാമൂഹ്യ മൂലധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ്. മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ് BJP കേരളത്തിൽ വേരുകൾ ആഴ്ത്താൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്തരം വംശീയ പ്രചാരണങ്ങൾ വ്യാപകമായും ആസൂത്രിതവുമായി സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ വംശീയ പ്രചാരണങ്ങളെ ഫലപ്രദമായി നേരിടേണ്ട പ്രാഥമിക ബാധ്യത ഉള്ളത് സംസ്ഥാന സർക്കാരിനാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നുണകളെ ധവളപത്രമിറക്കി മറികടക്കേണ്ടതാണ്. LDF ഗവൺമെന്റ് സമുദായങ്ങളുടെ പ്രാതിനിധ്യവും വിഭവാധികാരവുമായി ബന്ധപ്പെട്ട ധവളപത്രം ഇറക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട നുണപ്രചാരണങ്ങൾ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന കപടമായ മൗനം അങ്ങേയറ്റം അപലപനീയമാണ്. ഈ മൗനം സംഘപരിവാറിനെയാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മൗനം ഇസ്ലാമോഫോബിയക്കുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അംഗീകാരമാണ്. ഈ മൗനത്തെ തുരുത്തി ഫലപ്രദമായി ഈ വംശീയ ആരോപണങ്ങളെ സർക്കാർ നേരിടണമെന്നും പിന്നാക്ക സമുദായങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സന്നദ്ധത സർക്കാർ കാണിക്കണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. തുടർന്ന് പ്രതിഷേധ സംഗമം സംസാരിക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ നസീമയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇസ്ലാമോഫോബിയ, ലവ് ജിഹാദ് തുടങ്ങിയവ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കടുപ്പമാക്കിക്കൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അതിനെ കുറച്ചുകൂടെ
ഉഷാറാക്കി കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഈ മൗനത്തിനെതിരെയാണ് SIUയുടെ ചുണക്കുട്ടികൾ ഈ ഒരു ക്യാപ്ഷനുമായി കൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും തലമുറയിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങളെ പോലുള്ളവർ ആലോചിക്കുമ്പോൾ, കാരണം ഇന്നത്തെ ലിബറലിസത്തിന്റെ കാലഘട്ടത്തിലും ടെക്നോളജിയുടെ വികസനത്തിലും കുട്ടികളുടെ പുരോഗതിയും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും നേടുന്നതിൽ വളരെ ആശങ്കയിലായിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ വരും തലമുറയിലുള്ള ജനങ്ങളുടെ കേരളത്തിലെ ജീവിതം ഏതവസ്ഥയിലാകുമെന്ന് ആശങ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഇത്തരം കുഴപ്പങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ മുസ്ലിം പ്രീണനത്തിന് എതിരെ കൈയെടുക്കുവാൻ ഒരു പാർട്ടികൾ, ഒരുപാട് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ SIOക്ക് മാത്രം അതിന് മുൻകൈയെടുക്കാൻ കഴിഞ്ഞു എന്നത് അവരുടെ ആദർശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. അതിൽ ആദ്യമായി തന്നെ അവരെ ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. കാരണം വളരെ ആശങ്കയുണ്ട് ഭാവി തലമുറയെക്കുറിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു തലമുറ SIOയിലൂടെ ഉയർന്നു വരുന്നു എന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ നടക്കുന്ന വർഗീയത അല്ലെങ്കിൽ വംശീയത തുടങ്ങിയവയെ ശക്തിയുക്തം എതിർക്കുവാനും അതിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുവാനും തയ്യാറാവുന്ന SIOക്കാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം വനിതാ വിഭാഗം ജില്ലയുടെ പേരിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക. പ്രതിഷേധ സംഗമം സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം സെക്രട്ടറി സക്കീർ നേമം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ റഹ്മാൻ സാഹിബ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം പ്രീണനം, ഇസ്ലാമിക് ഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക എന്ന ഈ തലക്കെട്ടിൽ ഇത്തരത്തിലൊരു പരിപാടി വെക്കേണ്ട സാഹചര്യം എന്ത് എന്ന് എനിക്ക് മുമ്പേ സംസാരിച്ച പ്രാസംഗികർ ഇവിടെ വ്യക്തമാക്കി. അതിലേറ്റവും ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാൻ ആണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഇസ്ലാമോഫോബിയ ഒരു സമൂഹത്തിൽ, ഒരു വ്യക്തിയിൽ, അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ പ്രശ്നം ബാധിക്കുന്നത്. നമുക്കറിയാം 2006 കേരളത്തിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ടാക്കിയതാണ് ലെറ്റർ ബോംബ് കേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നിന്ന് ഐരാണിമുട്ടത്ത് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ആ കേസ്, ആ ലെറ്റർ പോസ്റ്റ് ചെയ്തത് എന്നത് നമുക്ക് പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് കുറെ കോളിളക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവസാനം ആ കേസിന്റെ അവസാനം 2 ചെറുപ്പക്കാരെ പ്രതികളാക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയാണ്. ഐരാണിമുട്ടം ഹോമിയോ കോളേജിൽ പഠിച്ച മലബാറുകാരായ മലപ്പുറം സ്വദേശികളായ 2 ചെറുപ്പക്കാരെ. ആ ചെറുപ്പക്കാർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി വായിക്കുന്ന വാരികയായ പ്രബോധനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതോടൊപ്പം 1-2 IPH സാഹിത്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നതായിരുന്നു. ഇത് അവരുടെ കയ്യിൽ വായിക്കുകയും മറ്റുള്ളവർ കാണുകയും അവിടെയുള്ള കുട്ടി സഖാക്കൾ ഇത് പോലീസിന് വിവരം കൊടുക്കുകയും ഇവരാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്തത്. അവർ അന്ന് ഇവിടെ നിന്ന് മലപ്പുറത്തേക്ക് വെക്കേഷന് വേണ്ടി പോകുമ്പോൾ അവിടുന്ന് ഷൊർണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ കാണുകയാണ് തങ്ങളുടെ ഫോട്ടോ വച്ച് ഏഷ്യാനെറ്റിൽ സ്കോള് പോകുന്നത്. ഇവരാണ് ഈ കേസിന് പ്രതികളെന്ന്. എന്തോ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒരു 2-3 ദിവസത്തിന് ശേഷം അത് മാറി.
മാറിയതിനു ശേഷം മുഹ്സിൻ എന്നൊരു ചെറുപ്പക്കാരനിലേക്കാണ് അത് അവസാനം എത്തിപ്പെട്ടത്. അവസാനം മുഹ്സിനെതിരെ കേസെടുത്തു, പത്രങ്ങൾ വിചാരണ ചെയ്തു, കോടതി കേസ് ഫയൽ ചെയ്തു, മുന്നോട്ട് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മാറി. രാജീവ് എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കേസിന്റെ യഥാർത്ഥ പ്രതി എന്നത്. അതിന്റെ കൂടെ ഒരു വരിയും കൂടെ ചേർത്തു, അദ്ദേഹത്തിന് ജോലി കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം കാരണമാണ് അദ്ദേഹം അത് ചെയ്തത്. അവിടെ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് 2-3 വർഷത്തിന് ശേഷം ഞാൻ മുഹ്സിൻ എന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഒന്നും കൂടി കാണാൻ പോയി. നമ്മുടെ സംഘടനയുമായി മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ. അപ്പോൾ ഈ കേസിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി വിസയും പാസ്പോർട്ടും എടുത്ത് എല്ലാം റെഡിയായി നിൽക്കുകയായിരുന്നു. ഇന്നും ആ കേസിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോലും പേടിയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇടപെടണ്ട എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഞാൻ പറയുന്നത്, ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി, അതെങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് ഇവിടെ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്താവന കേവലം പ്രസ്താവനയല്ല. ഫാസിസം എല്ലാ കാലഘട്ടത്തും അവരുടെ ടൂളായി ഉപയോഗിച്ചിരുന്നത് നുണകളായിരുന്നു. ഇന്ത്യയിലെ ഫാസിസം ഉപയോഗിക്കുന്ന നുണ എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള നുണകളാണ്. ലവ് ജിഹാദ് ആയിരുന്നാലും അതിന് പുറത്തേക്ക് എന്ത് കാര്യമായിരുന്നാലും അതിൻ്റെ ഏറ്റവും അവസാനമാണ് കേരളത്തിലല്ല, ഇന്ത്യയിൽ പലയിടത്തും മുസ്ലിങ്ങൾ ധാരാളമായി മറ്റുള്ളവരുടെ അവകാശങ്ങളെ, സ്വത്തുക്കളെ കൈകടത്തുന്നു, അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, കേരളത്തിലെ രാജ്യസഭയിലേക്ക് 1956 മുതൽ ഓരോ ടേമിലും 9 പേർ വഴം രാജ്യസഭയിലേക്ക് പോകേണ്ട ആളുകളിൽ ഇത്രയും കാലം പോയിട്ടുള്ളത് കേവലം 3-4 പേരാണ്. നമ്മളെ കയ്യിൽ എണ്ണിയാൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന 3-4 പേരാണ്. എത്ര പേരാണ് 100 കണക്കിന് പേര് രാജ്യസഭയിലേക്ക് എത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് പോയത് 4 പേരാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 400 പേരിലധികമുണ്ട്. അവിടെയും 4-5 പേരിനകത്താണ് മുസ്ലിം പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ളത്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് 14 പേരുണ്ട്. ആ 14 പേരിലും ഒരാൾ പോലും മുസ്ലിം സമുദായത്തിൽ നിന്നില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ കണക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ എന്താണ് മുസ്ലിം സമുദായത്തിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി പറയേണ്ടി വരും. ഇനിയും പ്രീണിപ്പിക്കാൻ വേണ്ടി വിറയം ചെയ്യുന്നുണ്ട്. എന്തെന്നറിയാമോ, ഇവർ ഇപ്പോൾ CPM ഇപ്പോൾ തോറ്റതിന് കാരണമായിട്ട് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, NRC-CA പോലുള്ള പ്രക്ഷോഭങ്ങളിൽ അവർ കാര്യമായിട്ട് ഇടപെട്ടു പോയി. അത് ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വോട്ട് മറിച്ചു എന്നതാണ്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഇന്നും 100 കണക്കിന് ചെറുപ്പക്കാര് ഇതിന്റെ പേരിൽ കേസ് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ പോകാൻ പറ്റാതെ, മറ്റു കാര്യങ്ങൾക്ക് ഇടപെടാൻ പറ്റാതെ ഇന്നും കേസ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനാണ് ഇവിടെയുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാരും ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെയുള്ള ന്യൂനപക്ഷത്തിന്റെ എന്തോ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നിങ്ങൾ NRC-CA കേസിൽ ഇന്ത്യയിൽ മൊത്തം തന്നെ അവരുടെ ഐക്കണായി മാറിയുന്ന ആയിഷ റെനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും കേരളത്തിലേക്ക് സ്വീകരിച്ചത്, ഇവിടെയുള്ള കുട്ടിസഖാക്കൾ സ്വീകരിച്ചത് തെറി പറഞ്ഞുകൊണ്ടായിരുന്നു. അവർക്കെതിരെ പോലും വേറൊരു കേസ് എടുത്തിട്ടില്ല. ഇവിടെ ഒരു സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനല്ല, ബാലരാമടുത്തുള്ള സലീം എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ഇവിടെ ഫലസ്തീൻ വിഷയത്തിൽ തെരുവിലേക്ക് ഒറ്റയാൾ സമരം നടത്തിയപ്പോൾ അവർക്കെതിരെയും കേസെടുത്തു. അങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരെ എന്ത് പറഞ്ഞാലും കേസെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇടതുപക്ഷ സർക്കാർ എന്നത് കൂടി ഈ വെള്ളാപ്പള്ളി മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളിമാർക്കെതിരെ കൃത്യമായ താക്കീത് കൊടുത്തില്ലെങ്കിൽ ഇനി മേലിൽ ഇവർ അധികാരത്തിൽ വരില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ എങ്ങനെയാണോ ഭരണ സംവിധാനത്തിൽ നിന്ന് തൂത്തെറിഞ്ഞത് അതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു വലിയ വിപത്ത് ഇവർക്ക് നേരിടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനമായി പ്രതിഷേധ സംഗമത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി SIO സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ
സർക്കാർ മൗനം വെടിയുക എന്ന തലക്കെട്ടിൽ SEO സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലായിരുന്നു നാം ഏവരും ഉണ്ടായിരുന്നത്. ഈ തലക്കെട്ടിൽ SEOവിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ പ്രസ്താവനകളും അതാനന്തരം നടന്ന കേരളത്തിലെ ചർച്ചകൾക്കും ഒടുവിലാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, 28% മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള കേരളത്തിൽ ക്യാബിനറ്റിലെ അതിൻ്റെ പ്രാതിനിധ്യം വെറും 15% താഴെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളിലൊന്നായ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം യൂണിയൻ ക്യാബിനറ്റിലും നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു ഇത്തവണ 0 എന്നിരിക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് മുസ്ലിങ്ങൾ അനർഹമായതെന്തോ കൊണ്ടുപോകുന്നു എന്ന ഒരു പച്ചക്കള്ളം പൊതുസമൂഹത്തോട് പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് SEO നടത്തിയ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളായ ബഹുമാന്യനായ MLA നജീബ് കാന്തപുരം, അതുപോലെ തന്നെ KK ബാബുരാജ്, എത്തുമെന്നറിയിച്ചിരുന്ന മാഗ്നൻ ഫിനോമിന, K ഷഫീഖ് സാഹിബ്, പ്രശാന്ത് ഇടവൻ, അതുപോലെ SEOന്റെ ജില്ലാ സമിതി അംഗം റഹീസ് കാസർഗോഡ്, സഫീർ ഖാൻ മന്നാനി, ബിജു ഗോവിൽ, സക്കീർ നേമം, റസീം സാഹിബ് തുടങ്ങി ഈ പരിപാടിയിൽ സംഗമിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും SEO കേരളയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സംഗമിച്ച പ്രിയപ്പെട്ടവരായ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. വാഹർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.